ഹലോ, പെയിൻ്റ് അടി തുടങ്ങിയല്ലോ. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലെ പെയിൻറ്റിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പ് വെട്ടുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ആ മാസ്കിൻ ടേപ്പ് വെച്ചിട്ടുള്ള ഫിനിഷിങ് വരുത്താൻ പറ്റത്തില്ല. അത് മാത്രമുള്ളൊരു നെഗറ്റീവായിട്ട്. എന്നാൽ നല്ല രീതിയിൽ വെട്ടെടുക്കുകയെങ്കിൽ മാസ്കിൻ ടേപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ ഒരു കാർമേഘമല്ല മേഘമാണ് വരക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് 8 നില പൊട്ടി. പിന്നെ ഞാനത് അങ്ങോട്ട് നൈസായിട്ട് ഒഴിവാക്കി. എനിക്കറിയില്ല വരക്കാൻ. ഞാനൊന്നും ട്രൈ ചെയ്തതായിരുന്നു, പക്ഷേ എനിക്കങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ച്. അതിനുശേഷം നമ്മൾ ഇവിടെ കുറച്ച് പൂക്കളുടെ തണ്ടുകളാണ് ഗ്രീൻ കളർ കൊണ്ട് വരച്ചു കൊടുക്കുന്നത്. പിന്നെ അടിയിൽ ഇങ്ങനെ പുല്ല് വന്ന രീതിയിലും നമ്മൾ ജസ്റ്റ് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അതുപോലെയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. എല്ലാവർക്കും പറ്റും, എനിക്ക് പറ്റിയില്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ യെല്ലോ കളർ, സാധാരണ നമ്മൾ വൈറ്റ് കളറിലെ പൂവിൽ യെല്ലോ കളറിലെ ഡോട്ടൊക്കെയാണ് നമ്മൾ ഡിസൈൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരെ യെല്ലോ കളറിലെ ഫ്ലവറാണ് വരയ്ക്കുന്നത്. ഇത് നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത്ര ക്യൂട്ട്നെസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഈ യെല്ലോ ഫ്ലവർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മറ്റേ പഞ്ചാബിലെ മറ്റേ കടുക് തോട്ടമൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക്. പകൽ വന്ന് നിൽക്കുന്ന അമ്പിളിമാമനെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.